അടിച്ചോണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് മിഥുൻ വരുന്നതേ ഉള്ളു. ഈ തെറിച്ചു വന്ന മിഥുൻ കണ്ടുകൊണ്ട് ഈ മിഥുൻ വന്ന് ഞങ്ങൾ പറഞ്ഞാൽ കേറണ്ടാന്ന്. അപ്പൊ ഇവൻ ഇവിടെ വന്ന് ഞങ്ങൾ പാൻഡയിലൊക്കെ കയറി പിടിച്ച കേറണ്ടെന്നും പറഞ്ഞു. എന്നിട്ടും കേറി. അങ്ങനെ സംഭവം തന്നെയാ വീണ, ശില്പായി വീണ, അങ്ങനെ സംഭവം. നമസ്കാരം. പ്രണാമം മോനെ, മിഥുന് പ്രണാമം. നമുക്കറിയാം, കഴിഞ്ഞ 24 മണിക്കൂർ നമ്മുടെ കേരളം കണ്ട ഏറ്റവും ഹൃദയസ്പർശിയായ, അതായത് ഹൃദയമുള്ളവർക്ക് താങ്ങാനാവാത്ത ഒരു വേദനയായിരുന്നു ചേവലക്കരയിലെ മിഥുന്റെ വേർപാട്. ഇപ്പോൾ പരസ്പരം പഴിചാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മളിത് കാണുന്നത് കേരളത്തിൽ. ഇന്ന് തന്നെ അവിടെ ബാലാവകാശ കമ്മീഷൻ വന്നിട്ടുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി എത്തി. അതുപോലെ മറ്റു മന്ത്രിമാര് വരുന്നു, സഹായധനങ്ങൾ കൊടുക്കുന്നു. ഇതുകൊണ്ടൊക്കെ ഇതുപോലുള്ള കുരുന്നുകളുടെ ജീവൻ ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരമ്മ ആ വീട് കാണുമ്പോ എല്ലാവർക്കും അറിയാം ആ വീടിന്റെ അവസ്ഥ എന്താന്നുള്ളതും. അച്ഛനും ഈ 2 ആൺമക്കളും ഒരമ്മയും അവരുടെ സാമ്പത്തികത്തിന് അവിടുത്തെ ജീവിത നിലവാരം ഉയരില്ല എന്ന് കണ്ടിട്ടാണ് അമ്മ കുവൈറ്റിലെ ജോലിക്ക് പോയത്. ആ അമ്മ ഇന്ന് രാവിലെ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ഒരു, എന്താ പറയണ്ടേ, അലിയിക്കുന്ന ഒരു കാഴ്ചയാണ്. സ്വന്തം മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ആ അമ്മ ഒരിക്കലും ഇങ്ങനൊരു ഇത് പ്രതീക്ഷിച്ചില്ല. തന്നെ അന്തിമോപചാരം അർപ്പിക്കണം, പൊതുദർശനത്തിൽ പങ്കെടുക്കണമെന്നുള്ളത് കൂടിയാണ് പ്രധാനമായും പറയുന്നത്. ആ മിഥുൻ്റെ വീട്ടിലെത്തുമ്പോൾ പ്രധാനമായും അമ്മയ്ക്ക് വേണ്ടിയാണ് പൊതുദർശനം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മിഥുന് 7 വയസ്സുള്ളപ്പോഴാണ് അമ്മ കുവൈത്തിലേക്ക് ജോലിക്കായി പോയത്. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ മകനെ കാണുമ്പോൾ ചേതനയേറ്റ മകനെയാണ് കാണുന്നത്. അവിടെ എന്തായാലും ശരി, ഇപ്പോൾ പരസ്പരം വഴിയാരുകയാണ്. സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു. പിന്നെ ഒരു പക്ഷം പറയുന്നു ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇതിന് ആരാ കൊടുത്തത്, അല്ലെങ്കിൽ അത് യഥാർത്ഥമായ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ശരിയായ രീതിയിൽ പരിശോധിച്ചാണ് കൊടുത്തത്. പഞ്ചായത്ത് അധികൃതർ സ്കൂളിനെ കുറ്റം പറയുന്നു, സ്കൂള് അധികൃതർ അവരുടെ കുറ്റമല്ല, അവരെല്ലാം പെർഫെക്റ്റ് ആണ് എന്നാണ് പറയുന്നത്. ഇതിനകത്തില് പഞ്ചായത്ത്, അതുപോലെ KSEB നമ്മുടെ ഈ ഇത്രയും കറണ്ട് ചാർജ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് എല്ലാവരുടെയും ജീവനും സ്വത്തിനും ഒക്കെ അവകാശം സംരക്ഷിക്കേണ്ട ഒരു ചുമതല KSEBക്കും ഉണ്ട്. KSEB ഉദ്യോഗസ്ഥൻ പറയുന്ന ഒരു വാക്കുകളെന്ന് കേൾക്കണം. ആ ലൈനിലേക്ക് ആ കുട്ടി വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് എത്തിച്ചേരുക ചെയ്തത്. കണ്ടോ, വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ആ ലൈനിലേക്ക് എത്തിച്ചേരുകയത്. കൂട്ടുകാരുമൊത്ത് അവിടെ പ്ലേ ഗ്രൗണ്ടില് കളിക്കുന്ന സമയത്ത് എങ്ങനെയോ ഒരാളുടെ ചെരുപ്പ് മുകളിൽ പോയപ്പോൾ അത് എടുക്കുവാൻ, അത് ആ കൂട്ടുകാർ പറഞ്ഞാണ് അത് വേണ്ട, ആ ചെരുപ്പ് വേണ്ട, പഴയ ചെരുപ്പാണ്, അത് വേണ്ട എന്ന് പറഞ്ഞാണ്. എന്നിട്ടും ഈ ആ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ നാട്ടുകാർക്കും അയലത്തുകാർക്കും സ്കൂളുകാർക്കും എല്ലാം ഇത്രയും നല്ലൊരു അഭിപ്രായമുള്ളൊരു പയ്യന്. നമ്മള് മരിച്ചു കഴിയുമ്പോൾ ചിലതൊക്കെ പുകഴ്ത്തി പറയുമല്ലോ, ഇത് അങ്ങനെയുള്ള ഒരു കാര്യമല്ല. അവന്റെ കുറെ ഈ 13 വയസ്സുകാരന്റെ ജീവിത കാഴ്ചപ്പാടുകൾ ഒരു 20 വയസ്സിന് അപ്പുറമായിട്ട് നമുക്ക് തോന്നിയേക്കാം. കാര്യം അവന് NCCക്ക് ചേരുന്നു, അതിന്റെ യൂണിഫോം ഇട്ട് ശനിയാഴ്ച ഇറങ്ങേണ്ടതാണ്. അതുപോലെ അവന് ഒരു പട്ടാളക്കാരനാകണം, രാജ്യസേവനം നടത്തണം, സ്വന്തം കുടുംബത്തെ, അനിയനെ സംരക്ഷിക്കണം, അമ്മയുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കണം. ആ സത്യത്തിൽ നമുക്കൊന്നും നമ്മുടെ ഈ പ്രായത്തിലൊന്നും അങ്ങനെ ഒരു കാഴ്ചപ്പാടൊരു വീക്ഷണവും ഇല്ലായിരുന്നു. പക്ഷെ ഈ മുകളിലോട്ട് പോകുന്ന പയ്യനായോണ്ടാണ് ഇങ്ങനെയൊക്കെ ദൈവം ഈ ഒരു ഇത്രയും അവന് ബുദ്ധിയും ശക്തിയും ഒക്കെ കൊടുത്തെന്ന് നമുക്ക് തോന്നിപ്പോ. അതുപോലെ തന്നെ പരസഹായിയാണ്. അതിനത്തെ വീടുകളിലെ ഉള്ളവരുമായിട്ടെല്ലാം നല്ല സഹകരണം. പോകുന്ന വഴി ഓരോരുത്തരും വിളിച്ച് മാമ ഞാൻ പോവുകയാണ്. അതുപോലെ മീൻപിടുത്തം, അടുത്തുള്ള കായൽ തീരത്ത് പോയി മീൻ പിടിക്കാൻ പോകും. ഒറ്റയ്ക്ക് പോകത്തില്ല, സുഹൃത്തുക്കളുമായ പോകുള്ളൂ. അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഒരു പയ്യൻ ആണ് ഈ മിഥുൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡ് കൈ കഴിഞ്ഞു.
നമുക്ക് അറിയാം ആ കുടുംബത്തിന്റെ വേദന. നിർധരരായ ഒരു കുടുംബമാണ്. സർക്കാർ ഇപ്പോൾ കുറെ വാഗ്ദാനങ്ങൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ തീരാവേദനയാണ്. ഒരിക്കലും അത് തിരിച്ച് കൊടുക്കാൻ ഇവർക്ക് പറ്റില്ല. ഒരു അച്ഛന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. പിന്നെ വൈകിട്ട് ചെരുപ്പ് മേടിക്കാൻ പറഞ്ഞ് പോയതാ, സ്കൂളിൽ പോയി. പിന്നെ അവിടുന്ന് പിന്നെ ഞാൻ ഇവിടെ വന്ന് കുറച്ച് കഴിയുമ്പോൾ എന്നെ ആൾക്കാർ വിളിക്കുന്നു, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞ്. എനിക്ക് അത്ര അറിയത്തുള്ളൂ, എനിക്കതിൽ കൂടുതലൊന്നും അറിയത്തില്ല. ആ ഹൂളിൻ്റെ അനാസ്ഥ എന്തോ കാര്യങ്ങൾ എനിക്കൊന്നും അറിയത്തില്ല, മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ മോനെ എനിക്ക് നഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. ഒരച്ഛന്റെ വാക്കുകളാണ്. രാവിലെ പോകുമ്പോ പറയുന്നു വൈകിട്ട് അച്ഛാ എനിക്ക് ചെരുപ്പ് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞ് അച്ഛനോട് പറയുന്നു. അവന്റെ ചെരുപ്പ് അത്രത്തോളം മോശമായതുകൊണ്ടാണ് അവന് വൈകിട്ട് ചെരുപ്പ് വാങ്ങിക്കണമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അവന് ഈ NCC ചേരുന്നുള്ള ഡ്രസ്സുകളൊക്കെ തയ്ച്ച് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ അത് ഇട്ട്, അതായത് ആ ഒരു കാക്കി ധരിച്ചുകൊണ്ടുള്ള ആ ഒരു സ്വപ്നം കാണേണ്ട ദിവസങ്ങളായിരുന്നു. സഹപാഠികളോടൊക്കെ ആ വക കാര്യങ്ങളൊക്കെ പങ്കുവച്ചാണ് അവൻ കൊണ്ടിരുന്നത്. അപ്പൊ അവന്റെ ഒരു ഇത്രയും ദീർഘവീക്ഷണമുള്ള ഒരു ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുക പറഞ്ഞാൽ നമുക്ക് അത് അങ്ങേയറ്റം നമുക്ക് എന്തും ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള കുട്ടി ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്ത്, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ഇവരൊക്കെ നാളെ വളർന്ന് വലുതാകുമ്പോൾ ഇവർക്കൊക്കെ ഒരു സമ്പത്താകേണ്ടതാണ് നമ്മുടെ രാജ്യത്തിന് തന്നെ. ഈ കുട്ടികളൊക്കെ ഇതുപോലുള്ള അനാസ്ഥ പഞ്ചായത്തിന്റെ ആണോ, പിന്നെ അവിടുത്തെ സ്കൂൾ അധികൃതരുടെ ഇതാണോ, അനാസ്ഥയാണോ, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അനാസ്ഥയാണോ എന്നൊക്കെ ചോദിച്ചാൽ ഇവർക്കെല്ലാം തുല്യമായ പങ്കുണ്ട്. ഒരു പ്രധാന അധ്യാപികയ്ക്ക് മാത്രം അവരുടെ ഈ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു സസ്പെൻഷൻ കൊടുത്തിട്ട് ഇനിയിപ്പോ ഒരു അന്വേഷണം വെക്കും. അന്വേഷണം വെച്ച് കഴിയുമ്പോൾ പറയും ഇതിന്റെ റിപ്പോർട്ട് വരുന്നത് എന്താണെന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാം. ഇതുപോലെ എത്രയോ അപകടങ്ങൾ ഇന്ന് നമ്മൾ ഈ ന്യൂസ് ചെയ്യുന്ന സമയത്ത് തൃശ്ശൂരിൽ വീണ്ടും ഒരു പയ്യൻ, 2 ആഴ്ചക്ക് നടന്ന രണ്ടാമത്തെ സംഭവം. ഇന്ന് ഒരു പയ്യൻ തൃശ്ശൂര് റോഡിന്റെ കുഴിയിൽ വീണ്, ഒരു ബസ് വെട്ടിച്ചിട്ട് കുഴിയിൽ വീണ് ഇന്നൊരു പയ്യൻ പോയിട്ടുണ്ട്. രണ്ടാമത്തെ അപകടമാണ്. നമുക്കിവിടെ ആലപ്പുഴയിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണം നമുക്കറിയാം, 5 പേര്. കേരളത്തിന് എത്രയോ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. ആ ദുഃഖം വരുമ്പോൾ അതിനനുസരിച്ച് ഇവിടുത്തെ സിസ്റ്റം ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കും. ഒരാഴ്ച അത് കഴിയുമ്പോൾ നിൽക്കും. ആ ആലപ്പുഴ സംഭവം നടന്നപ്പോൾ ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു. ഇനിയിപ്പം ഈ കേരളത്തിലെ എല്ലാ സ്കൂളുകളും ഉടനടി 24 മണിക്കൂറിനകം ചെക്കിങ് ആളിറങ്ങും. കട്ടപ്പന ഒരു സ്കൂളില് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഫിറ്റ്നസ് ഇല്ലെന്ന് ഇന്നിപ്പോ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം അറിയാം. ഷവർമയിൽ നിന്ന് മരണം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ കേരളത്തിൽ. നമ്മളൊക്കെ അറിയാം. ഷവർമ ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളെല്ലാം സന്ദർശിച്ച് കുറെ ഫൈൻ ഇടും. ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ നമ്മുടെ ഈ നാട്ടിലെ സിസ്റ്റം ഒരു രീതിയിലില്ല, എല്ലാ രീതിയിലും പൂർണ്ണമായി എല്ലാവരുടെയും പിന്തുണയോടെ വർക്ക് ചെയ്താൽ മാത്രമേ സർക്കാരിന്റെ ഈ മെഷീനറി ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് പൂർണ്ണ രീതിയിൽ സർക്കാർ പറയുന്ന ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഒരു പരിധിവരെയൊക്കെ ഒഴിവാകും എന്നാണ് തോന്നുന്നത്. ആ കൂട്ടുകാര് പങ്കുവെക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. സംഭവിച്ചത് ഞങ്ങൾ ഇവൻ ഇങ്ങനെ നടന്നു വരുമായിരുന്നു. ഞാൻ സൈക്കിളിൽ ഇങ്ങനെ വന്നപ്പോൾ ഗ്രൗണ്ടിലോട്ട് വന്നപ്പം ആദിൽ എന്ന് പറയുന്ന ഒരു കൊച്ചിന്റെ ചെരുപ്പ് ഇങ്ങനെ തെറിച്ചുപോയി. കുപ്പി വെച്ച് ഇങ്ങനെ ഫുട്ബോൾ അടിച്ചോണ്ടിരുന്നു. അപ്പൊ ആ സമയത്ത് മിഥുൻ വരുന്നതേ ഉള്ളു. ഈ തെറിച്ചു പോകുന്ന മിഥുൻ കണ്ടുകൊണ്ട് ഈ മിഥുൻ വന്ന് ഞങ്ങൾ പറഞ്ഞാൽ കേറണ്ടാന്ന്. അപ്പൊ ഇവൻ ഇവിടെ വന്ന് ഞങ്ങൾ പാൻഡയിലൊക്കെ കയറി പിടിച്ചാ കേറണ്ടെന്നും പറഞ്ഞു. എന്നിട്ടും കേറി. അങ്ങനെ സംഭവം തന്നെയാ വീണ, ശില്പായി വീണ, അങ്ങനെ സംഭവം. ഇതൊരു കൂട്ടുകാരുടെ കണ്ട ഒരു കാര്യമാണ് പറയുന്നത്. ഒരു അവന്റെ ചെരുപ്പല്ല, അവന്റെ അന്ന് വൈകിട്ട് വാങ്ങിക്കുവാൻ ചെരുപ്പ് വാങ്ങിച്ചു തരണേ അച്ഛാന്ന് പറഞ്ഞ് പോയ ഒരു കുട്ടിയാണ്. ഒരു കൂട്ടുകാരന്റെ ചെരുപ്പ്, അത് പഴയതാണ് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് പോലും എന്റെ സമയമായി എന്നൊക്കെ നമുക്ക് പറഞ്ഞ് ആശ്വസിക്കാം. പക്ഷെ എന്നാലും
ഇതുപോലുള്ള ഒരു കാര്യം സ്കൂളിലെ ഈ പ്രധാന അധ്യാപിക കൂടാതെ 2 അധ്യാപകരെ ഈ 9 മണി തൊട്ട് ഈ 10 മണി വരെയുള്ള സമയങ്ങളിൽ ഇവരെ വാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഡ്യൂട്ടിയൊക്കെ സാധാരണ ചില സ്കൂളുകളിലൊക്കെ ഏർപ്പെടുത്താറുണ്ട്. ഇതൊക്കെ അവിടെ ഉണ്ടോ? അങ്ങനെയുള്ള ഒരു സിസ്റ്റം അവിടെ ഉണ്ടോ? അവിടെ പെണ്ണുങ്ങളാണ്, ലേഡീസ് ആണ് അധ്യാപകർ കൂടുതലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 6 പേരെങ്ങാണ്ടേ ഉള്ളൂ ആണുങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഇത് എത്രത്തോളം അവിടെ അവര് വർക്ക് ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലിപ്പം വരും ദിവസങ്ങളിൽ അവിടുന്ന് ലൈൻ അഴിച്ചു മാറ്റാനുള്ള അത്രയും വിഭാഗം വേണ്ടി ചെയ്യും. പക്ഷെ ഇതുപോലുള്ള ഒരച്ഛനും അമ്മയ്ക്കും ഒരു മകനെ നഷ്ടപ്പെടുവാനോ, ഒരു ചേട്ടനെ ഒരു അനിയന് നഷ്ടപ്പെടുവാനോ, അല്ലെങ്കിൽ അനിയന് ഒരു ചേട്ടനെയോ അല്ലെങ്കിൽ അനിയത്തിമാരെയോ നഷ്ടപ്പെടുമെന്ന ഈ പ്രവണതയ്ക്ക് ഒരു പരിധി വരെയെങ്കിലും സമൂഹം ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ തടയിടാനാവൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.